My dear students, emjay Vocational Higher Secondary School online learning program ലേക്ക് എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ 10ാം ക്ലാസ്സിന്റെ ബയോളജിയുടെ ഒന്നാമത്തെ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട ന്യൂറോണും നെർവസ് സിസ്റ്റവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. സെൻസേഷൻസ് ആൻഡ് റെസ്പോൺസ് അതായിരുന്നു 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. അറിയാനും പ്രതികരിക്കാനും. നമ്മൾ മുഴുവൻ കാര്യങ്ങളും അറിയുന്നത് നമ്മുടെ മുഴുവൻ സെൻസ് ഓർഗനിലൂടെയും സെൻസ് ഓർഗൻ്റെ കോർഡിനേഷൻ നടത്തുന്നത് നമ്മുടെ ബ്രെയിൻ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് എന്ന് വിളിക്കുന്ന നമ്മുടെ മെയിൻ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങളാണ്. നെർവസ് സിസ്റ്റം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചിട്ടുണ്ടാവും: സെൻട്രൽ നെർവസ് സിസ്റ്റവും പെരിഫറൽ നെർവസ് സിസ്റ്റവും. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഭാഗങ്ങളാണ് ബ്രെയിനും സ്പൈനൽ കോഡും, അതായത് മസ്തിഷ്കവും സുഷുമ്നയും എന്ന് പറയാം. നമ്മുടെ ബ്രെയിനിൻ്റെയും അതുപോലെ തന്നെ നട്ടലിനുള്ളിൽ കാണുന്ന ആ ഒരു സ്പൈനൽ കോഡിൻ്റെയും കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ബോഡിയുടെ മുഴുവൻ സെൻസ് ഓർഗനിലേക്കും സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരുപാട് നെർവസ് ഉണ്ട്. നമ്മുടെ എല്ലാ സെൻസ് ഓർഗനിൽ നിന്നും ഇമ്പൾസുകൾ ആ നെർവ് സിസ്റ്റത്തിലൂടെ കടന്ന് നമ്മുടെ സ്പൈനൽ കോഡിലേക്കും പിന്നെ ബ്രെയിനിലേക്കും എത്തിയിട്ട് ബ്രെയിനിൻ്റെ കോർഡിനേഷനിലാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ ബോഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായ ബ്രെയിനെ കുറിച്ച്. ആ ബ്രെയിനിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ബ്രെയിനെ കുറിച്ചുള്ള വളരെ വിശദമായ കാര്യങ്ങൾ, ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഭാഗങ്ങളും അതിൻ്റെ പാർട്സും അതിൻ്റെ ഫങ്ഷൻസും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബുക്കിലുള്ള ഈ വീഡിയോ കേട്ടതിന് ശേഷം നിങ്ങളുടെ ബുക്കിലുള്ള ആ ഒരു ഫിഗർ എടുത്ത് വെച്ച് അതിൽ കാര്യങ്ങൾ മുഴുവൻ എന്ത് ചെയ്യുക, വായിക്കുക, അതിൻ്റെ മുഴുവൻ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ബ്രെയിൻ എന്താണെന്നും അതിൻ്റെ പ്രത്യേകതകളും പറയണം. നമുക്കറിയാം, നമ്മുടെ ശരിക്കും എത്രയോ കമ്പ്യൂട്ടറുകൾക്ക് ചെയ്യുന്നതിനേക്കാൾ അധികം കാര്യങ്ങൾ, അപാരമായ കപ്പാസിറ്റിയുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ബ്രെയിൻ. ഈ ബ്രെയിനിൻ്റെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്, ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠിക്കേണ്ടത് ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനാണ്. ബൈക്കൊക്കെ എടുത്ത് പോകുമ്പോൾ ആ ബൈക്ക് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ബൈക്ക് ഓടിക്കുമ്പോൾ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്: ഹെൽമെറ്റ് ധരിച്ചിട്ടേ ബൈക്ക് ഓടിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. കാരണം എന്താ നിങ്ങൾക്കറിയാലോ, ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോൾ ബൈക്കിൽ നിന്ന് വീഴുമ്പോൾ ആദ്യം അടിക്കുന്നത് തലയാണ്. തല അടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് ഡാമേജ് വരികയാണ്. അപ്പോൾ ബ്രെയിനിന് ഡാമേജ് സംഭവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഹെൽമെറ്റ് ധരിച്ചിട്ടേ വാഹനം ഓടിക്കാൻ പാടുള്ളൂ, അതായത് ബൈക്ക് ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിൻ്റെ കാരണം, ഹെൽമെറ്റ് ധരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ പിന്നെ നമുക്ക് ഹെൽമെറ്റ് ധരിക്കേണ്ട ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനാണ് ആദ്യം പറയാൻ പോകുന്നത്. ബ്രെയിനെ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്കറിയാം, നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാകും നമ്മുടെ സ്കൾ എന്ന് പറയുന്ന 29 ബോണുള്ള സ്കളിൻ്റെ പ്രത്യേകത. ആ സ്കളിനകത്താണ് നമ്മുടെ ബ്രെയിൻ ഈസ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്. സോ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ ബോൺ, ദാറ്റ് ഈസ് സ്കൾ. ബ്രെയിൻ്റെ ഒന്നാമത്തെ പ്രൊട്ടക്ഷൻ അത് തന്നെയാണ്. ബ്രെയിനിൻ്റെ ഒരു ചെറിയൊരു മോഡൽ ജസ്റ്റ് കാണിച്ചു തരാം. ബ്രെയിനിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചറും അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറയുന്നതിന് മുമ്പ് ഈ ബ്രെയിനാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ബ്രെയിനാണ് എവിടെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു സ്കളിനകത്ത് പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, രണ്ടാമത്തെ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷൻ, ബ്രെയിനെ കവർ ചെയ്തുകൊണ്ട് ഒരു കവറിങ് ഉണ്ട്. ബ്രെയിൻ ഈസ് കവേർഡ് വിത്ത് 3 ലെയർഡ് കവറിങ്. ഒരു 3 ലെയറിലൊരു കവറിങ്. ഇതൊരു ലെയറാന്ന് വിചാരിച്ചു. 3 ലെയറിലൊരു കവറിങ്, ഒരു ലെയർ. അതുപോലെ തന്നെ രണ്ടാമത്തെ ലെയർ, ഒരു മൂന്നാമത്തെ ലെയർ. ഇങ്ങനെയുള്ളൊരു 3 ലെയർ പ്രൊട്ടക്റ്റീവ് കവറിങ്ങും ഉണ്ട്. അതായത് 3 സ്തരങ്ങളുള്ള ഒരാവരണം കൊണ്ട്, 3 ആവരണം കൊണ്ട് നമ്മുടെ ബ്രെയിനെ പൊതിഞ്ഞിരിക്കുകയാണ്. സോ ബ്രെയിനിൻ്റെ രണ്ടാമത്തെ പ്രൊട്ടക്ഷൻ പഠിക്കേണ്ടത് തന്നെയാണ്. ബ്രെയിൻ ഈസ് കവേർഡ് വിത്ത് 3 ലെയേഴ്സ് ഓഫ് മെനിഞ്ചസ് കവറിങ്. മെനിഞ്ചസ് എന്ന് വിളിക്കുന്ന 3 ലെയറുള്ള ആവരണം കൊണ്ട് നമ്മുടെ ബ്രെയിന് കവർ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ബ്രെയിനിൻ്റെ രണ്ടാമത്തെ പ്രൊട്ടക്ഷനാണ്. ക്ലിയർ? ഓക്കെ, ഇനി ബ്രെയിൻ്റെ മൂന്നാമത്തെ പ്രൊട്ടക്ഷനാണ്. മൂന്നാമത്തെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് 2 മെനിഞ്ചസ് ലെയേഴ്സിനിടയിൽ, മെനിഞ്ചസിൻ്റെ പാളികൾക്കിടയിൽ ഒരു ദ്രാവകമുണ്ട്. ദിസ് ഫ്ലൂയിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ബ്ലഡ് ആൻഡ് റീഅബ്സോർബ്ഡ് ഇൻ ടു ദി ബ്ലഡ്. എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ നിന്നാണ് ഈ സാധനം, ഈ ഒരു ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫ്ലൂയിഡാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോൾ ഓർമ്മിക്കുക, ഈ ഫ്ലൂയിഡും ബ്രെയിനിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ്.
3 പ്രൊട്ടക്ഷൻ പഠിക്കുക. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ എന്ന് പറഞ്ഞാൽ തലയോടിനകത്ത് ബ്രെയിൻ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ ബ്രെയിൻ ഈസ് കവേർഡ് വിത്ത് 3 layers ഓഫ് മെനിഞ്ചസിൻ്റെ പാളികൾ കൊണ്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ഇൻ ബിറ്റ്വീൻ ദ മെനിഞ്ചസ് ലെയേഴ്സ് ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ സെറിബ്രോസ്പൈനൽ ദ്രവവും കാണാം. ഇതിൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിനെ കുറിച്ചാണ്. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്, ബ്ലഡിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുപോലെ തന്നെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യപ്പെടുന്ന ഫ്ലൂയിഡ് ഏതാണ് ബ്രെയിനിലുള്ളതെന്ന്. ബ്രെയിനിൽ മാത്രമല്ല, ഇത് സ്പൈനൽ കോഡിലുണ്ട്. അപ്പോൾ ബ്രെയിനിലുള്ള ആ ഫ്ലൂയിഡിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പറയേണ്ടത് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്നാണ്. സോ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് എന്ന് ചോദിച്ചാൽ 3 ഫങ്ഷൻസ് പറയണം. ഒന്ന്, ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പ്രൊട്ടക്റ്റ് ബ്രെയിൻ, അതായത് എക്സ്റ്റേണൽ ഷോക്കിൽ നിന്നൊക്കെ ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫ്ലൂയിഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, ബ്രെയിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തത്, ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്ന ഫ്ലൂയിഡ് ആയതുകൊണ്ട് തന്നെ ബ്ലഡിൻ്റെ ഫങ്ഷൻസ് കാണാം. എന്ന് പറഞ്ഞാൽ ബ്ലഡിലെ നമ്മുടെ ബ്രെയിനിലെ സെല്ലുകൾക്ക് ന്യൂട്രീഷൻ പ്രൊവൈഡ് ചെയ്യുക, ടു പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദി ബ്രെയിൻ ടിഷ്യൂസ്. മസ്തിഷ്കത്തിലെ കലകൾക്ക് ആവശ്യമായ പോഷണം ഓക്സിജനും എത്തിക്കുക എന്നുള്ളതാണ്. 2. മൂന്നാമത്തെ ഫങ്ഷൻ, ടു മെയിൻറ്റെയിൻ ദ പ്രഷർ ഇൻ ബ്രെയിൻ. നമ്മുടെ ബ്രെയിനിലുള്ള മസ്തിഷ്കത്തിലുള്ള മർദ്ദം നിലനിർത്തുക എന്നുള്ളതാണ്, അതായത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. ഓർമ്മിക്കുക, ബ്രെയിനിൻ്റെ 3 പ്രൊട്ടക്ഷൻ പറഞ്ഞു. അതുപോലെ തന്നെ ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡിൻ്റെ മാത്രം 3 ഫങ്ഷൻസും പറഞ്ഞു. ക്ലിയറായി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അത് ക്ലിയറായിട്ട് നന്നായിട്ട് പഠിച്ചോളാം. ഓക്കെ, ഇത്രയാണ് ബ്രെയിനിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാൻ. എല്ലാവർക്കും അത് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അടുത്തത് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറിലേക്ക് പോകാം. അപ്പോൾ ബ്രെയിനിൻ്റെ സ്ട്രക്ചറാണ്. ബ്രെയിനെ നിങ്ങൾ പിന്നെ ചിലപ്പോൾ എക്സിബിഷനൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹ്യൂമൻ ബോഡി സ്ട്രക്ചേഴ്സൊക്കെ ചിലപ്പോൾ അത് നിങ്ങൾ എക്സിബിഷൻ ഹാളിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കൂട്ടത്തിൽ ബ്രെയിനൊക്കെ ഇങ്ങനെ ഒരു ചെറിയൊരു ബോട്ടിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഇങ്ങനെ ബ്രെയിനിൻ്റെ സ്ട്രക്ചറൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇനി അതല്ല, പല രീതിയിൽ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പോൾ ബ്രെയിന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇങ്ങനെ ചുളിഞ്ഞിങ്ങനെ മടക്കി വെച്ചിരിക്കുകയാണ്. ശരിക്കും അത് നീർത്ത് കഴിഞ്ഞാൽ ഒരുപാട് നീളം ഉണ്ടാവുമെന്നാണ് പറയപ്പെടുന്നത്. ബ്രെയിന് നിർമ്മിച്ചത് എന്തിനെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ, അതുപോലെ തന്നെ സ്പൈനൽ കോഡ് നിർമ്മിച്ചത് എന്തിനെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ നെർവസ് സിസ്റ്റം മൊത്തം നിർമ്മിച്ചത് എന്തിനെ കൊണ്ടാണെന്ന് ചോദിച്ചാൽ ന്യൂറോൺസിനെ കൊണ്ടാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോഡിയിലെ മുഴുവൻ നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗങ്ങൾ ന്യൂറോണാണ്. ന്യൂറോൺ ഈസ് ദ ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം എന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ ആ ന്യൂറോണ് തന്നെയാണ് നമ്മുടെ ബ്രെയിനിൽ കാണുന്നത്. അതുപോലെ തന്നെ സ്പൈനൽ കോഡിൽ കാണുന്നത് മില്യൺ കണക്കിന് ന്യൂറോണിനെ കൊണ്ടാണ് ബ്രെയിനിൻ്റെ ടിഷ്യൂസ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു ബ്രെയിനിൻ്റെ ഭാഗങ്ങളാണ് പറയുന്നത്, ദ പാർട്സ് ഓഫ് ബ്രെയിൻ, അല്ലെങ്കിൽ ഒരു മസ്തിഷ്കത്തിൻ്റെ ഭാഗങ്ങൾ. പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളും അതിനുള്ളിലുള്ള വളരെ 2 ഭാഗങ്ങളും കൂടി നമുക്ക് കാണാം. വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതുകൂടാതെ ബ്രെയിനിൻ്റെ അകത്തുള്ള ചെറിയൊരു 2 സ്ട്രക്ചേഴ്സും കൂടിയും. അപ്പോൾ ബ്രെയിനിൻ്റെ മൊത്തം 5 പാർട്സാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നോക്കിയാൽ ആദ്യം ഈ 5 പാർട്സിൻ്റെ പേരൊന്ന് പറയാം. നോക്കിയാൽ ഒന്നാമത്തെ പാർട്ടിൻ്റെ പേരാണ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്നറിയപ്പെടുന്ന പാർട്ടാണ് സെറിബ്രം. ഇനി സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് എന്നറിയപ്പെടുന്ന 2ാമത്തെ ഭാഗമാണ് സെറിബെല്ലം. പിന്നെ 3ാമത്തത് ശരിക്കും ബ്രെയിനിന് താഴെ നമ്മുടെ സ്പൈനൽ കോഡിനെയൊക്കെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന ആ ഒരു റോഡ് ഷേപ്പിലുള്ളൊരു സ്ട്രക്ചറാണ് മെഡുല ഒബ്ലോങ്കേറ്റ. വായിക്കുമ്പോൾ ശ്രദ്ധിക്കുക, മെഡുല ഒബ്ലോങ്കേറ്റ. ഓർമ്മിക്കുക, വാട്ട് ആർ ദ 3 മെയിൻ പാർട്സ് ഓഫ് ബ്രെയിൻ എന്ന് ചോദിച്ചാൽ, മസ്തിഷ്കത്തിൻ്റെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ ചോദിച്ചാൽ പറയേണ്ടത് സെറിബ്രം, സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലോങ്കേറ്റ. നമ്മൾ +2 ക്ലാസ്സുകളിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബ്രെയിനിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ശരിക്കും നമ്മൾ ഈ പാർട്സ് കൂടാതെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് ഇൻറ്റേർണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വേറെ പഠിക്കാനുണ്ട്. കാരണം നമുക്ക് 10th പഠിക്കാനുള്ള ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഓരോന്നിൻ്റെ പ്രത്യേകതകളും അതിൻ്റെ ഫങ്ഷൻസും നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ബ്രെയിനകത്ത് കാണുന്ന 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്, ഒന്ന് ഹൈപ്പോതലാമസും മറ്റൊന്ന് തലാമസും. അതായത് തലാമസ്, അതിൻ്റെ താഴെയായിട്ട് ഹൈപ്പോതലാമസ്. അപ്പോൾ ഈ 5 ഭാഗങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഭാഗം നമുക്ക് ആദ്യം പറയാം, സെറിബ്രമാണ്. നോക്കിയോ, ഈ കാണുന്ന ബ്രെയിനിൻ്റെ ഒരു മോഡൽ നിങ്ങൾ ശ്രദ്ധിക്കുക. റെഡി? ഇതിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും വലിയ ഭാഗം ഒരുപാട് ഫോൾഡിങ്ങുകൾ കാണുന്ന, ഓക്കെ, ഒരുപാട് ഫോൾഡിങ്ങുകളും അതുപോലെ തന്നെ ചുളിവുകളും കാണുന്ന ഭാഗം, അതായത് മടക്കുകളും ചുളിവുകളും കാണുന്ന ഭാഗം. ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ, ഇറ്റ് കണ്ടെയ്ൻ ന്യൂമറസ് ഫിഷസ് ആൻഡ് ഫോൾസ്.
ഓക്കെ. അപ്പോൾ ഒരുപാട് പിന്നെ ചുളിവുകളും മടക്കുകളൊക്കെ കാണുന്ന നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തെയാണ് സെറിബ്രം എന്ന് വിശേഷിപ്പിക്കുക. നിങ്ങൾ കഴിഞ്ഞ ന്യൂറോണിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവും ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. പരീക്ഷ എപ്പോഴും ചോദിക്കുന്നതാണ് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നുള്ളത്. അപ്പോൾ അത് ചോദിച്ചാൽ പറയാൻ പറ്റണം. ഗ്രേ മാറ്റർ എന്നാണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. എന്താണെന്ന് പറയാൻ പറ്റുമോ? ഒന്ന് ഓർമ്മിച്ച് നോക്കുക. ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് മാറ്റർ. നിങ്ങൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ ന്യൂറോണിൻ്റെ ഒരു ആക്സോണിനെ കവർ ചെയ്തുകൊണ്ടൊരു മാലിൻ ഷീത്ത് പഠിച്ചിട്ടുണ്ടാകും. മാലിൻ ഷീത്തിന് നല്ല തിളങ്ങുന്ന വെളുത്ത നിറമായിരിക്കും. എല്ലാ ന്യൂറോണുകൾക്കും മാലിൻ ഷീത്ത് ഉണ്ടാവാറില്ല. ചില ന്യൂറോണുകൾക്ക് മാലിൻ ഷീത്ത് ഉണ്ടാവാം, ചില ന്യൂറോണുകൾക്ക് മാലിൻ ഷീത്ത് ഉണ്ടാവില്ല. ഇപ്പോൾ ബ്രെയിനിലുള്ള പല ന്യൂറോണുകൾക്കും മാലിൻ ഷീത്ത് ഉണ്ടാവാം, ചിലതിനുണ്ടാവില്ല. സോ മാലിനേറ്റഡ് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ മാലിൻ ഷീത്തുള്ള ന്യൂറോണിനെ കൊണ്ടാണ് ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഭാഗത്ത് ബ്രെയിൻ്റെ ഒരു ഭാഗത്ത് മുഴുവൻ മാലിനേറ്റഡ് ന്യൂറോണാണ് കാണുന്നതെങ്കിൽ വെളുത്ത നിറത്തിലുള്ള മാലിനുള്ള ആ ന്യൂറോൺ ഉള്ളത് കൊണ്ട് ആ ഭാഗം നല്ല വെളുത്ത നിറത്തിൽ കാണും. ഇനി അതല്ല മാലിൻ ഇല്ലാത്ത ന്യൂറോണുകളാണ് കാണുന്നതെങ്കിൽ ആ ഭാഗം നല്ല ഗ്രേ കളറിൽ അല്ലെങ്കിൽ ഒരു ചാര നിറത്തിൽ കാണാം. സോ അതാണ് ഗ്രേ മാറ്ററും വൈറ്റ് മാറ്ററും. നോൺ മാലിനേറ്റഡ് ന്യൂറോൺസ്, ആ നോൺ മാലിനേറ്റഡ് ന്യൂറോൺസ് കാണുന്ന സ്ഥലം ഗ്രേ മാറ്ററും മാലിനേറ്റഡ് ന്യൂറോൺസ് കാണുന്ന സ്ഥലം വൈറ്റ് മാറ്ററുമാണ്. ഇപ്പോൾ ബ്രെയിനിൽ കുറേ ഭാഗത്ത് ന്യൂറോണുകൾക്ക് മാലിനുണ്ട്, ചില ഭാഗത്ത് ന്യൂറോണുകൾക്ക് മാലിനില്ല. അപ്പോൾ ഓർമ്മിക്കുക, സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ടിലുള്ള ന്യൂറോണുകൾക്ക്, ഓർമ്മിക്കണേ, സെറിബ്രത്തിൻ്റെ ഔട്ടർ പാർട്ടിലുള്ള ന്യൂറോണുകൾക്കൊന്നും മാലിൻ ഷീത്തില്ല. ദ ഔട്ടർ പാർട്ട് ഓഫ് ദി സെറിബ്രം ഈസ് മേഡ് അപ്പ് ഓഫ് നോൺ മാലിനേറ്റഡ് ന്യൂറോൺസ്. സോ ദാറ്റ് പാർട്ട് അപ്പിയർ ആസ് ഗ്രേ മാറ്റർ. എന്നാൽ ബ്രെയിനിൻ്റെ പുറംഭാഗം നോക്കിയാൽ നമുക്ക് നല്ല ചാര നിറത്തിലാണ് കാണുന്നത്. ഓക്കെ, റെഡി. ഇനി ആ ചാരനിറത്തിൽ കാണുന്ന ബ്രെയിനിൻ്റെ പുറംഭാഗത്തെ നമുക്കൊരു പേര് വിളിക്കാം. ബ്രെയിനിൻ്റെ പുറംഭാഗത്തെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഓർമ്മിക്കുക, ചാരനിറത്തിൽ കാണുന്ന ബ്രെയിനിൻ്റെ പുറംഭാഗത്തെയാണ് നമ്മൾ കോർട്ടെക്സ് എന്ന് വിളിക്കുക. റെഡി. അപ്പോൾ ഈ പുറംഭാഗത്തെ സെറിബ്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങളാണിത്. അതിൽ ചാരനിറത്തിൽ കാണുന്ന ആ പുറംഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്, സെറിബ്രൽ കോർട്ടെക്സ് എന്ന് വിളിക്കാം. എന്ന് പറഞ്ഞാൽ ബ്രെയിനെ നോക്കിക്കഴിഞ്ഞാൽ പുറംഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഒരു ചാര നിറത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക. ഇനി ബ്രെയിൻ്റെ കുറച്ച് ഉൾഭാഗം, അതായത് സെറിബ്രത്തിൻ്റെ കുറച്ച് ഉൾഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു നല്ല വൈറ്റ് കളറിലാണ്, തിളങ്ങുന്ന വൈറ്റ് കളറിലാണ് കാണുക. സോ ഇന്റേണൽ പാർട്ട് ഈസ് മേഡ് അപ്പ് ഓഫ് മെഡുല്ല ബിക്കോസ് ദാറ്റ് പാർട്ട് അപ്പിയർ ആസ് വൈറ്റ് കളർ ബിക്കോസ് ദാറ്റ് പാർട്ട് ഈസ് മേഡ് അപ്പ് ഓഫ് മാലിനേറ്റഡ് ന്യൂറോൺസ്. സോ സെറിബ്രത്തിൻ്റെ രണ്ട് ഭാഗങ്ങളുടെ പേരുകൾ പഠിക്കുക. സെറിബ്രത്തിൻ്റെ ഔട്ട്സൈഡിൻ്റെ പേര് കോർട്ടെക്സ് എന്നും സെറിബ്രത്തിൻ്റെ ഇൻസൈഡിൻ്റെ പേര് മെഡുല്ല എന്നുമാണ്. അതിൽ കോർട്ടെക്സ് കണ്ടെയ്ൻ നോൺ മാലിനേറ്റഡ് ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ കോർട്ടെക്സ് നിർമ്മിച്ചിരിക്കുന്നത് മാലിൻ ഷീത്ത് ഇല്ലാത്ത ന്യൂറോണിനെ കൊണ്ടാണ്. അതുകൊണ്ട് ആ ഭാഗം ചാരനിറത്തിലും മെഡുല്ല നിർമ്മിച്ചിരിക്കുന്നത് മാലിൻ ഷീത്തുള്ള ന്യൂറോണിനെ കൊണ്ടാണ്. ആ ഭാഗം വെള്ള നിറത്തിലും കാണും. ക്ലിയർ? ഓർമ്മിക്കുക, സെറിബ്രത്തിൻ്റെ പ്രത്യേകതകൾ ചോദിച്ചാൽ, സ്ട്രക്ചർ ചോദിച്ചാൽ പറയേണ്ടതാണ് സെറിബ്രം ഈസ് ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ. നമ്മുടെ തലച്ചോറിൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം. ഇത് കണ്ടെയ്ൻ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾട്ട്സ്, ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണുന്ന ഭാഗം. ഔട്ട്സൈഡ് ഈസ് കോൾഡ് കോർട്ടെക്സ് ആൻഡ് ഇൻസൈഡ് ഈസ് കോൾഡ് മെഡുല്ല. ക്ലിയർ? ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് സെറിബ്രം. റെഡി. ഇനി സെറിബ്രത്തിൻ്റെ ഫങ്ഷൻസ് ആണ്. നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിക്കുന്നുണ്ട്, നമുക്ക് നല്ല മെമ്മറി പവർ ഉണ്ട്, നല്ല ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റി ഉണ്ട്. ചില ആൾക്കാർ നന്നായിട്ട് ചിത്രം വരയ്ക്കും, നല്ല ഇമാജിനേഷൻ കപ്പാസിറ്റി ഉണ്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കഴിവുകളൊക്കെ നമുക്ക് കിട്ടുന്നത് നമ്മുടെ സെറിബ്രത്തിലൂടെയാണ്. ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുന്നതും സെറിബ്രമാണ്. സെറിബ്രത്തിൻ്റെ പ്രധാനപ്പെട്ട 2-3 ഫങ്ഷൻസ് ഞാൻ പറയാൻ പോവാണ്. അപ്പോൾ പെട്ടെന്നത് പഠിക്കണം, സെറിബ്രത്തിൻ്റെ 2-3 ഫങ്ഷൻസ്. അപ്പോൾ ഒന്നാമത്തെ ഫങ്ഷൻസ് ക്ലിയർ? ഒന്നാമത്തെ ഫങ്ഷൻ ഇതാണ്, ഇൻ്റലിജൻസ്. ഓക്കെ, മെമ്മറി. ക്ലിയർ? ഇൻ്റലിജൻസ്, മെമ്മറി, തോട്ട്, ഇമാജിനേഷൻ എന്ന് പറഞ്ഞാൽ ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന. ഓക്കെ, അപ്പോൾ ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന. ഇൻ്റലിജൻസ്, മെമ്മറി, ഇൻ്റലിജൻസ്, മെമ്മറി, തോട്ട്, ഇമാജിനേഷൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങളുടെ മുഴുവൻ സെൻറ്ററും ഈ പറയുന്ന സെറിബ്രത്തിലാണ്. Cerebrum is the centers of imagination. Cerebrum is the centers of thought.
നമ്മൾ ചിന്തിക്കുന്നത് സെറിബ്രം ഉപയോഗിച്ചാണ്, നമ്മൾ ഓർമ്മിച്ചെടുക്കുന്നത് സെറിബ്രത്തിൻ്റെ സഹായത്തോടെയാണ്, നമ്മൾ നല്ല ഇൻ്റലിജൻറ്റ്, നമ്മുടെ ബുദ്ധിശക്തി സെറിബ്രത്തിലാണ്, നമ്മുടെ ഇമാജിനേഷൻ എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സെറിബ്രത്തിലാണ്. ഇപ്പോൾ സെറിബ്രത്തിൻ്റെ ഒരു ഫംഗ്ഷൻ അതാണ്. ഓക്കെ, ഇനി സെറിബ്രത്തിൻ്റെ രണ്ടാമത്തെ ഫംഗ്ഷൻ നിങ്ങൾക്കറിയാലോ, നമ്മൾ ഒരുപാട് നമ്മുടെ 5 സെൻസ് ഓർഗൻസ് നമ്മൾ കേൾക്കുന്നുണ്ട്, ഹിയറിങ് കിട്ടുന്നുണ്ട്, വിഷൻ, അതുപോലെ ടേസ്റ്റ് അറിയുന്നുണ്ട്, സ്മെൽ അറിയുന്നുണ്ട്, അതുപോലെ തന്നെ ടച്ച് അറിയുന്നുണ്ട്, മറ്റുള്ള ഫീലിങ്സ് നമ്മുടെ സ്കിന്നിലൂടെയൊക്കെ ഒരുപാട് ഫീലിങ്സ് അറിയുന്നുണ്ട്. നമുക്ക് 5 സെൻസ് ഓർഗനുണ്ട്. ഈ 5 സെൻസ് ഓർഗനുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും സെറിബ്രത്തിനാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതും സെറിബ്രം. ഓക്കെ, അപ്പോൾ നമ്മുടെ മുഴുവൻ സെൻസ് ഓർഗൻ്റെയും കോർഡിനേഷൻ നടത്തുന്നതും സെറിബ്രമാണ്. ഇതാണ് രണ്ടാമത്തെ ഫംഗ്ഷൻ. ക്ലിയർ? ഇനി സെറിബ്രത്തിൻ്റെ മൂന്നാമത്തെ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ചിലപ്പോൾ 9th പഠിച്ചെന്ന് തോന്നുന്നു. വോളണ്ടറി മൂവ്മെൻറ്റ്, ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്. വാട്ട് ഈസ് വോളണ്ടറി മൂവ്മെൻറ്റ്? ദ മൂവ്മെൻറ്റ്സ് വിച്ച് ആർ കൺട്രോൾഡ് ബൈ അവർ വിൽ. മീൻസ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ചലനങ്ങളാണ് വോളണ്ടറി. വാട്ട് ഈസ് ഇൻവോളണ്ടറി? ദ മൂവ്മെൻറ്റ് കൻ നോട്ട് ബി കൺട്രോൾഡ് ബൈ അവർ വിൽ. കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന മൂവ്മെൻറ്റുകളെ വോളണ്ടറി എന്നും അല്ലാത്ത മൂവ്മെൻറ്റുകളെ ഇൻവോളണ്ടറി എന്നാണ് വിളിക്കുക. അപ്പോൾ നമ്മളിപ്പോൾ എൻ്റെ കൈ ഞാനിങ്ങനെ ഉയർത്തുകയാണ്, ഞാനിങ്ങനെ നടക്കുകയാണ്, എൻ്റെ കഴുത്തിങ്ങനെ തിരിക്കുകയാണ്, ഇതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന, നിയന്ത്രിക്കാൻ കഴിയുന്ന ചലനങ്ങളാണ്. സോ ദാറ്റ് ഈസ് വോളണ്ടറി മൂവ്മെൻറ്റ്. സെറിബ്രം ഈസ് ദ കൺട്രോൾ ഓഫ് വോളണ്ടറി മൂവ്മെൻറ്റ്. എന്ന് പറഞ്ഞാൽ ഐച്ഛിക ചലനങ്ങളും അനൈച്ഛിക ചലനങ്ങളുമാണ് പറഞ്ഞത്. ഐച്ഛിക ചലനങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവരും അനൈച്ഛിക ചലനങ്ങൾ എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കാൻ കഴിയാത്തതുമാണ്. അതിൽ ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രവും സെറിബ്രമാണ്. സെറിബ്രം 3 ഫംഗ്ഷൻ ഓർമ്മിക്കാം. സെറിബ്രത്തിൻ്റെ സ്ട്രക്ചറും പറഞ്ഞു. വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് സെറിബ്രം? സെറിബ്രം ഈസ് ദ സെൻറ്റേഴ്സ് ഓഫ് തോട്ട്, ഇമാജിനേഷൻ, ഇൻ്റലിജൻസ്, മെമ്മറി. ഫസ്റ്റ് ഫംഗ്ഷൻ. രണ്ടാമത്തത് സെറിബ്രം കൺട്രോൾ സെൻസ് ഓർഗൻസ്. 3 സെറിബ്രം കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്. ഇതാണ് 3 ഫംഗ്ഷൻ. അതായത് ബുദ്ധി, ഓർമ്മ, ചിന്ത, ഭാവന തുടങ്ങിയവയുടെ നിയന്ത്രണ കേന്ദ്രം സെറിബ്രമാണ്. അതുപോലെ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുടെ മുഴുവൻ നിയന്ത്രണവും സെറിബ്രത്തിലാണ്. അതുപോലെ തന്നെ മൂന്നാമത്തത് നമ്മൾ പറഞ്ഞ ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രവും സെറിബ്രമാണ്. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഭാഗം. നിങ്ങൾക്ക് അതിൻ്റെ മോഡലിൽ സെറിബ്രത്തിൻ്റെ ഒരു ഭാഗം കാണാം. ഈ ഒരു ഭാഗം, ഈ മടക്കുകളൊക്കെ കാണുന്ന ഈ വലിയ ഭാഗം, ഈ മടക്കുകളൊക്കെ കാണുന്ന ഈ വലിയ ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? സെറിബ്രം എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഭാഗം. സെറിബ്രം എന്ന് പറയുന്നത് ശരിക്കും 2 ഭാഗങ്ങളായിട്ടാണ് നമ്മുടെ തലച്ചോറ് അല്ലെങ്കിൽ മസ്തിഷ്കം ഉണ്ടാകുക. ആ 2 ഭാഗങ്ങളായിട്ട് കാണുമ്പോൾ അതിൽ 2 ഭാഗങ്ങളായിട്ട് ഈ ഭാഗത്തെ മൊത്തമാണ് നമ്മൾ സെറിബ്രം എന്ന് വിളിക്കുക. ഇവിടെ സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ചെറിയ ഭാഗം, ഓക്കെ, ഈ ഭാഗത്തിൻ്റെ പേരാണ് സെറിബെല്ലം. ഓക്കെ, സെറിബെല്ലം എന്ന് പറയുന്നതും അതിൻ്റെ സ്ട്രക്ചറും ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. സെറിബെല്ലം എന്ന് പറയുന്നത് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് അവർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ തലച്ചോറിലെ മസ്തിഷ്കത്തിലെ 2ാമത്തെ ഭാഗമാണ് സെറിബെല്ലം. സെറിബെല്ലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് കണ്ടെയ്ൻ ന്യൂമറസ് ഗ്രൂവ്സ് ആൻഡ് ഫിഷസ്. അതായത് ഒരുപാട് ചുളിവുകളും അതുപോലെ തന്നെ ചാലുകളും കാണുന്ന ഭാഗമാണ്. റെഡി? അപ്പോൾ ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ ചോദിച്ചാൽ പഠിക്കേണ്ടത്. സെറിബെല്ലത്തിൻ്റെ സ്ട്രക്ചർ അത്രയേ ഉള്ളൂ. സോ സെറിബെല്ലം ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട്. ഇറ്റ് കണ്ടെയ്ൻ ന്യൂമറസ് ഫിഷസ് ആൻഡ് ഗ്രൂവ്സ്. റെഡി? ഇനി ഇതിൻ്റെ ഫംഗ്ഷനാണ്. നിങ്ങൾക്കറിയാലോ, നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കും, നമ്മുടെ ശരീരം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് പല ആൾക്കാർക്കും പല സാഹചര്യത്തിലും ചിലപ്പോൾ തലകറങ്ങാറുണ്ട്. തലകറങ്ങുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ബാലൻസ് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നഷ്ടപ്പെടുന്നതാണ് ആ തലകറക്കം വരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ഓരോ സെക്കൻഡിലും, നമ്മുടെ ഓരോ ചലനത്തിലും നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബാലൻസ് നിയന്ത്രിക്കുന്ന ബ്രെയിനിൻ്റെ പാർട്ടാണ് സെറിബെല്ലം. സെറിബെല്ലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ തുലനനില പാലിക്കുന്നത്. എന്നാൽ സെറിബെല്ലം കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് ടു മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. മനസ്സിലായി? പറഞ്ഞ ഇത്രയേ ഉള്ളൂ. സെറിബെല്ലമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പേശി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചിട്ട് ശരീരത്തിൻ്റെ തുലനനില പാലിക്കുക. സോ ദ മെയിൻറ്റെയിൻ ബോഡി ബാലൻസ്. ഇതാണ് സെറിബെല്ലത്തിൻ്റെ ഫംഗ്ഷൻ. ക്ലിയർ? ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം സെറിബ്രം, 2ാമത്തെ ഭാഗം സെറിബെല്ലം. ഇതാണ് സെറിബെല്ലം. അതിൻ്റെ ഈ ഒരു വ്യൂവിലുള്ള ചിത്രം നിങ്ങളുടെ ബുക്കിലുണ്ട്, നിങ്ങൾക്ക് ഈ കാണാം. ഇതാണ് സെറിബെല്ലം. ക്ലിയർ? ഇനി 3ാമത്തെ ഭാഗം ശരിക്കും നമ്മുടെ ഒരു റോഡ് ഷേപ്പിലുള്ള ഭാഗം, ബ്രെയിനിൻ്റെ ഏറ്റവും അടിഭാഗത്തേക്ക് വരുന്ന, നിങ്ങൾക്കിത് ഇതിനകത്ത് തന്നെ കാണാം. ഇതെന്നാന്ന് വിചാരിച്ചോ, ഈ താഴോട്ട് വരുന്ന ഭാഗം. ഇതിന് തുടർച്ചയായിട്ടാണ് ശരിക്കും സ്പൈനൽ കോഡ് വരിക. അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് സ്പൈനൽ കോഡ് വരും. ഈ റോഡ് ഷേപ്പിൽ കാണുന്ന ബ്രെയിനിൻ്റെ ഭാഗത്തെയാണ് നമ്മൾ വിളിക്കുന്ന പേര്. നല്ല രസമുള്ളൊരു പേരാണ്. പേരെന്താ?
മെഡുല ഒബ്ലോങ്കേറ്റ. എന്താ പേര്? മെഡുല ഒബ്ലോങ്കേറ്റ. നല്ല പേരല്ലേ? എന്താ പേര്? മെഡുല ഒബ്ലോങ്കേറ്റ. ക്ലിയർ? ഈ ഒരു മെഡുല ഒബ്ലോങ്കേറ്റയുടെ പ്രത്യേകതയും ഇതിൻ്റെ ഫംഗ്ഷൻ, നമ്മൾ ചില ആൾക്കാർ തലയുടെ ബാക്കിൽ നിന്ന് ശക്തിയിൽ അടിക്കരുതെന്ന് പറയും. അതായത് തലയുടെ ബാക്കിൽ ശക്തിയിൽ അടിച്ചാൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഈ മെഡുല ഒബ്ലോങ്കേറ്റയ്ക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കും. ഡാമേജ് സംഭവിച്ചാൽ നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട 2 പരിപാടി അവിടെ നിൽക്കുന്നത് നമ്മുടെ റെസ്പിറേഷനും, അതായത് നമ്മുടെ ബ്രീത്തിങ്ങും ഹേർട്ട് ബീറ്റുമാണ്. എന്നാൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അവിടെ നിൽക്കും, നമ്മുടെ ബ്രീത്തിങ് അവിടെ നിൽക്കും. എന്നാൽ പിന്നെ കഴിഞ്ഞു, എല്ലാം കഴിയും. അതുകൊണ്ട് തലയുടെ പിന്നിൽ ശക്തമായിട്ടൊരു അടി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആൾ തട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരാളുടെ തലക്ക് പിന്നിലും അടിക്കാൻ പാടില്ല. അതിൻ്റെ കാരണം നമ്മുടെ വളരെ പ്രധാനപ്പെട്ട 2 പ്രവർത്തനങ്ങൾ. നിങ്ങൾക്കറിയാലോ, ഹേർട്ട് ബീറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന ഒരു ഇൻവോളണ്ടറി മൂവ്മെൻറ്റാണ്. വട്ട് ഈസ് ഇൻവോളണ്ടറി മൂവ്മെൻറ്റ് അല്ലെങ്കിൽ അനൈച്ഛിക ചലനം എന്ന് പറഞ്ഞാൽ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത ചലനമാണ്. നമ്മുടെ ആന്തര ചലനങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഹൃദയത്തെ പ്രവർത്തനം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു ആന്തര ഭാഗത്തുള്ള ഒരു ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്ന ഭാഗമാണ് ശരിക്കും മെഡുല ഒബ്ലോങ്കേറ്റ. സോ മെഡുല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻ ചോദിച്ചാൽ പറയണം കൺട്രോൾ ഇൻവോളണ്ടറി മൂവ്മെൻറ്റ്സ് ലൈക്ക് ബ്രീത്തിങ്, ഹേർട്ട് ബീറ്റ്. വളരെ പ്രധാനപ്പെട്ട 2 പ്രോസസ്സാണ്. ഓർമ്മിക്കുക, വോളണ്ടറി മൂവ്മെൻറ്റ് ആര് കൺട്രോൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ സെറിബ്രം പറയാം. എന്നാൽ ഐച്ഛിക ചലനത്തിൻ്റെ നിയന്ത്രണ കേന്ദ്രം സെറിബ്രം ആണെങ്കിൽ അനൈച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം മെഡുല ഒബ്ലോങ്കേറ്റയാണ്. ക്ലിയർ? ഇതാണ് നമ്മുടെ ബ്രെയിനിൻ്റെ വളരെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ബ്രെയിനിൻ്റെ വേറൊരു ഭാഗം കാണാൻ. ഈ കാണുന്ന സെറിബ്രം, ആ സെറിബ്രത്തിൻ്റെ താഴെയായിട്ടൊരു ഭാഗമുണ്ട്. ആ സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഭാഗം കാണാം. സെറിബ്രത്തിൻ്റെ താഴെയായിട്ട് കാണുന്ന ഈ ഭാഗത്തെയാണ് നമ്മൾ തലാമസ് എന്ന് വിളിക്കുക. തലാമസ്, പേരോർമ്മിക്കുക, തലാമസ്. എന്താ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും ഉറങ്ങുന്ന സമയത്ത് അല്ലേ, ഇപ്പം ഞാനൊക്കെ ഉറങ്ങുന്ന സമയത്ത് വലിയ ശബ്ദങ്ങളൊന്നും കേട്ടാൽ പോലും ഞാൻ അറിയാറില്ല. എന്താ സമയം? ഉറക്കത്ത് നമുക്ക് ചെവിയുണ്ട്, പക്ഷെ നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കാറില്ല. ചിലപ്പോൾ എന്നെ ഉറക്കത്ത് എടുത്തു കൊണ്ടുപോയാൽ പോലും ചിലപ്പോൾ ഞാൻ അറിഞ്ഞൊന്നും വരില്ല. അതെൻ്റെ ഒരു പ്രത്യേകതയാണ്, ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. എന്നാൽ ചില ആൾക്കാർ അടുത്തുകൂടി ആരൊക്കെ പോകുമ്പോഴേക്കും ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കുന്ന ആൾക്കാരുണ്ട്. പെട്ടെന്ന് തന്നെ ശബ്ദം കേൾക്കുകയും അവർ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ഓരോരുത്തരുടെ പ്രത്യേകതയാണ്. ഇതിനൊക്കെ കാരണം നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ ചെവിയിൽ പിന്നെ ഉദ്ദീപനം അല്ലെങ്കിൽ സ്റ്റിമുലസ് സംഭവിക്കുകയും അവിടെ ഇമ്പൾസ് ഫോം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ ഇമ്പൾസുകൾ ഈ ഒരു സെൻറ്റർ നമ്മളറിയാം, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സെറിബ്രം എന്ന് പറയുന്ന നമ്മുടെ മുഴുവൻ സെൻസ് ഓർഗൻ്റെയും സെൻറ്റേഴ്സ് ഇതാണ്. ഇവിടെയാണ് നമ്മുടെ ഹിയറിങ്ങിൻ്റെ കേന്ദ്രം ഉള്ളത്, അതുപോലെ തന്നെ വിഷൻ്റെ കേന്ദ്രം ഉള്ളത്, കാഴ്ചയുടെ കേന്ദ്രം, കേൾവിയുടെ കേന്ദ്രം, രുചിയുടെ കേന്ദ്രം, ഗന്ധത്തിൻ്റെ കേന്ദ്രം, അതുപോലെ തന്നെ സ്പർശനത്തിൻ്റെ കേന്ദ്രങ്ങളൊക്കെ ഈ സെറിബ്രത്തിലാണ്. ഈ സെറിബ്രത്തിലേക്ക്, അതായത് നമ്മുടെ ബ്രെയിനിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓർഗനിൽ നിന്ന് വരുന്ന ആ ഇമ്പൾസുകളൊക്കെ ആദ്യം ഈ തലാമസിലേക്കാണ് എത്തുക. തലാമസാണ് ആ ഒരു വരുന്ന ഇമ്പൾസുകളെ അല്ലെങ്കിൽ ആ ഒരു വരുന്ന ആവേഗങ്ങളെ റിസീവ് ചെയ്തിട്ട് ഏത് സെൻറ്ററിലേക്കാണ് കടത്തിവിടേണ്ടത് തീരുമാനിക്കുന്നത്. അങ്ങനെ ഇയാൾക്ക് തോന്നുന്ന ആ സെൻറ്ററിലേക്ക്, അതായത് ഹിയറിംഗ്, ചെവിയിൽ നിന്ന് വരുന്ന ആ ഇമ്പൾസ് ആണെങ്കിൽ ഇയാൾ സെൻറ്റേഴ്സ് ഓഫ് ഹിയറിങ്ങിലേക്ക് സെറിബ്രത്തിൻ്റെ ആ ഭാഗത്തേക്ക് കടത്തിവിടുകയാണ്. അപ്പോൾ ഈ സെറിബ്രത്തിലേക്ക് പോകുന്ന ആവേഗങ്ങളൊക്കെ ആദ്യം തലാമസിലേക്ക് എത്തും. തലാമസ് സെൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ഇമ്പൾസ് ടു ദി സെൻറ്റർ. തലാമസ് ആണ് ആ ഇമ്പൾസുകളെ അതിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാ ഇമ്പൾസുകളും ആദ്യം എത്തുന്നത് തലാമസാണ്. ഇനി തലാമസ് ആ ഇമ്പൾസുകൾ അനലൈസ് ചെയ്തിട്ട് ആ സെൻറ്ററിലേക്ക് സെറിബ്രത്തിലേക്ക് എത്തിക്കും. സെറിബ്രത്തിലേക്ക് ഇനിയിപ്പോൾ നമ്മുടെ കണ്ണിൽ നിന്ന് വന്ന ഇമ്പൾസ് തലാമസ് എത്തി, തലാമസ് നേരെ ബ്രെയിനിലേക്ക് കടത്തിവിട്ടു, സെറിബ്രത്തിലേക്ക് കടത്തിവിട്ടു. ആ സെറിബ്രത്തിൽ നിന്നും ഇനി ആ റെസ്പോൺസ് നേരെ കണ്ണിലേക്ക് വരണം. ആ വരുന്ന റെസ്പോൺസിൻ്റെ ഇമ്പൾസുകളും തലാമസിലെത്തിയിട്ട് തലാമസാണ് തിരിച്ച് നമ്മുടെ സെൻസോറുകളിലേക്ക് കൊടുക്കുക. അപ്പോൾ ഓർമ്മിക്കുക, തലാമസിൻ്റെ റോൾ ഇത്രയേ ഉള്ളൂ. ഇറ്റ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം സെറിബ്രം. റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം സെറിബ്രം. മനസ്സിലായ പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. അതായത് സെറിബ്രത്തിലേക്കും അവിടുന്ന് തിരിച്ച് സെൻസോർഗനിലേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് നമ്മുടെ തലാമസ്. അപ്പോൾ ഉറക്കത്തിൽ ചില വസ്തുക്കളുടെ ശബ്ദങ്ങളൊന്നും, അല്ലെങ്കിൽ നമ്മൾ ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ ആ ശബ്ദങ്ങൾ തലാമസിലെത്തിയിട്ട് തലാമസ് അത് സെറിബ്രത്തിലേക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ ശബ്ദം കേൾക്കില്ല. ഓക്കെ, അപ്പോൾ വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് തലാമസ്? ഓർമ്മിക്കുക, തലാമസ് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ. ആ വാക്ക് ഓർമ്മിച്ചോളണം. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം സെറിബ്രം എന്ന് പറഞ്ഞാൽ സെറിബ്രത്തിലേക്കും അവിടുന്ന് സെൻസോർഗൻ അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളിലേക്കുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം.
വാക്ക് മലയാളത്തിൽ മനസ്സിലാക്കുക. പുനഃപ്രസരണ കേന്ദ്രം, ദാറ്റ് ഈസ് ദ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസ് ടു ആൻഡ് ഫ്രം സെറിബ്രം. ക്ലിയർ? ഇനി നമ്മുടെ ബ്രെയിനിലെ 5ാമത്തെ ഭാഗം, തലാമസിന്റെ തൊട്ട് താഴെയായിട്ട് കാണുന്ന ഭാഗം, ഹൈപ്പോ മീൻസ് ബിലോ എന്നാണ്. ഹൈപ്പോ തലാമസ് തലാമസിന്റെ താഴെ എന്നാണ്. ഓക്കെ, അപ്പോൾ തലാമസിന്റെ താഴെ കാണുന്ന ഭാഗത്തെയാണെന്ന് വിളിക്കാം ഹൈപ്പോ തലാമസ്. അപ്പോൾ പരീക്ഷയ്ക്ക് ഹൈപ്പോ തലാമസ് അടയാളപ്പെടുത്താൻ ചോദിച്ചാൽ തലാമസിന്റെ താഴെ അടയാളപ്പെടുത്തിക്കൊള്ളാം. ഓക്കെ, അപ്പോൾ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഭാഗം റെഡി. ഈ ഹൈപ്പോ തലാമസ് എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്താണെന്നുള്ളത് നമ്മളെ വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് 3ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. കെമിക്കൽ മെസ്സേജസ് ഫോർ ഹോമിയോസ്റ്റാസിസ് എന്ന് വിളിക്കുന്ന നമ്മുടെ ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ, നമ്മുടെ ഗ്രോത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഒരു ബർത്ത്, അതുപോലെ നമ്മുടെ ബോഡിയിലുള്ള വാട്ടറിൻ്റെ ലെവൽ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത്, നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുക എന്നുള്ളത്, നമ്മുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ്, കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നിയന്ത്രിക്കുക എന്നുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ഈ ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു ഗ്ലാൻഡാണ്. നമ്മുടെ ബ്രെയിനിലുള്ള ഒരു പ്രത്യേക ഗ്ലാൻഡ് കൂടിയാണ്. നമ്മുടെ ബോഡിയിലെ മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു ഗ്ലാൻഡ് കൂടിയാണ്. ഈ ഗ്ലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ അകത്തുള്ള ഒരുപാട് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ഗ്രോത്ത് നിയന്ത്രിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ബേർത്ത്, അതായത് എങ്ങനെയാണ് ഒരു കുഞ്ഞ്, ഒരു ഡെലിവറി ടൈമിലോ കുഞ്ഞ് പുറത്തേക്ക് വരുന്നത്, ശരിക്കും ഈ ഒരു ഗ്ലാൻഡ് സെക്രേറ്റ് ചെയ്യുന്ന ഒരു കെമിക്കലിൻ്റെ പ്രത്യേകത കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളൊക്കെ ഉള്ള ഒരു ഓർഗനാണ് ബ്രെയിനിലുള്ള ഹൈപ്പോതലാമസ്. അതിൻ്റെ ഫങ്ഷൻ വിശദമായിട്ട് നമുക്ക് 3rd ചാപ്റ്റർ പഠിക്കാം. ഇപ്പോൾ നമുക്ക് ആ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ ഒരൊറ്റ വാക്ക്: ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്. ടു മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ്, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുക. ഓക്കെ, ഓർമ്മിക്കാം, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന ബ്രെയിനിൻ്റെ ഭാഗമാണ് ഹൈപ്പോതലാമസ്. ക്ലിയർ? അപ്പോൾ ഹൈപ്പോതലാമസിൻ്റെ ഫംഗ്ഷൻ, നമ്മുടെ ബ്രെയിനിൻ്റെ എല്ലാ ഭാഗങ്ങളുടെയും സ്ട്രക്ചറും അതിൻ്റെ ഫംഗ്ഷനാണ് പറഞ്ഞത്. ഒന്നുകൂടി ഒരു സമ്മറി പറയാം. സോ ദ ബ്രെയിനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഭാഗങ്ങൾ പറഞ്ഞു: സെറിബ്രം, സെറിബെല്ലം ആൻഡ് മെഡുല ഒബ്ലാങ്കേറ്റ. ക്ലിയർ? അതുകൂടാതെ സെറിബ്രത്തിന് നമ്മുടെ ബ്രെയിൻ അകത്തുള്ള 2 സ്ട്രക്ചേഴ്സും പഠിച്ചു: തലാമസ് ആൻഡ് ഹൈപ്പോതലാമസ്. ഇതിൻ്റെ ഒക്കെ ഫംഗ്ഷൻസ് ഒന്ന് ഓടിച്ച് നോക്കാം. സെറിബ്രത്തിൻ്റെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്ന് ഓർമ്മിച്ച് നോക്കിയേ. സെറിബ്രം ഈസ് ദ സെൻറ്റേഴ്സ് ഓഫ് തോട്ട്, ഇൻ്റലിജൻസ്, ഇമാജിനേഷൻ, മെമ്മറി ആൻഡ് സെൻറ്റേഴ്സ് ഓഫ് സെൻസ് ഓർഗൻ കോർഡിനേഷൻ നടത്തുന്നത് സെറിബ്രമാണ്. ക്ലിയർ? ആൻഡ് ഓൾസോ ദ കൺട്രോൾ വോളണ്ടറി മൂവ്മെൻറ്റ്. And the second part is cerebellum. Cerebellum coordinate all muscular activities and to maintain body balance. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പേശി പ്രവർത്തനങ്ങളൊക്കെ ഏകോപിപ്പിച്ചിട്ട് ശരീരത്തിൻ്റെ തുലന നില പാലിക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദ 3rd പാർട്ട് ഈസ് മെഡുല ഒബ്ലോങ്കേറ്റ. മെഡുല ഒബ്ലോങ്കേറ്റയുടെ ഫംഗ്ഷൻസ്, ഇത് റോഡ് ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഫംഗ്ഷൻസ് ചോദിച്ചാൽ പറയണം: ഇറ്റ് കൺട്രോൾ ദ മെയിൻ ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ബ്രീത്തിങ് ആൻഡ് ഹാർട്ട് ബീറ്റ്. എന്ന് പറഞ്ഞാൽ ശ്വാസോച്ഛ്വാസം, അതുപോലെ തന്നെ ഹൃദയസ്പന്ദനം പോലുള്ള നമ്മുടെ പ്രധാനപ്പെട്ട അനൈച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. ആൻഡ് ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് മെയിൻറ്റെയിൻ ദി ബോഡി ബാലൻസ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം സെറിബെല്ലം. ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം തലാമസ്. ദ പാർട്ട് ഓഫ് ബ്രെയിൻ വിച്ച് മെയിൻറ്റെയിൻ ദ ഹോമിയോസ്റ്റാസിസ് എന്ന് ചോദിച്ചാൽ പറയാൻ പറ്റണം ഹൈപ്പോതലാമസ്. ഓർമ്മിക്കുക, ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ ഹൈപ്പോതലാമസ്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രത്തിന് സഹായിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ചോദിച്ചാൽ തലാമസ്. അനൈച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം ചോദിച്ചാൽ മെഡുല ഒബ്ലോങ്കേറ്റ. ഐച്ഛിക ചലനങ്ങളുടെ നിയന്ത്രണ കേന്ദ്രം ചോദിച്ചാൽ സെറിബ്രം. അതായത് ബുദ്ധിയുടെ കേന്ദ്രം, ഓർമ്മയുടെ കേന്ദ്രം, ചിന്തയുടെ കേന്ദ്രം, ഭാവനയുടെ കേന്ദ്രം ചോദിച്ചാൽ സെറിബ്രം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുക. ബ്രെയിനിൻ്റെ സ്ട്രക്ചർ ശരിക്കും വരച്ച് പഠിക്കുക, ലാബിൽ ചെയ്ത് പഠിക്കുക. 4 മാർക്കിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഉറപ്പായിട്ട് പല പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളെ ഈ ഒരു ബ്രെയിനിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിച്ച് നോക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.